ഹലോ, ഇന്ന് ഞാനേ ബീഫിൻ്റെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ പേരിടാന്ന് വെച്ചാൽ ബീഫ് ചതച്ചതെന്ന് അങ്ങനെ പേരിടാം. ബീഫ് ചതച്ചതെന്ന് തന്നെ പേരിടാം. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫുണ്ടല്ലോ, ഞാൻ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത് മാത്രം ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. എന്നുവെച്ചാൽ നന്നായിട്ട് വേവരുത്, ഒരു മുക്കാൽ ഭാഗം വേവുക, വല്ലാതെ വേവരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ എടുക്കുക. എന്നിട്ട് ഒരു പാത്രം, ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും, ഞാനിപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ വേണമെന്നില്ല, ഇത് ഇരുമ്പായതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. മറ്റേ ഫ്രൈങ് പാനാണെങ്കിലും എണ്ണയുടെ ആവശ്യമില്ല, നന്നായിട്ട് അതിൽ കിടന്ന് അടി പിടിക്കില്ലല്ലോ. പക്ഷേ ഇതിൽ അടി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചത്. അപ്പോൾ അത് നോക്കൂ, നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, പൊടിക്കണ ജാറിൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് പൾസ് ബട്ടൺ അമർത്തിയാൽ മതി, 1-2 പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തിയാൽ മതി. ഇപ്പോൾ അതുപോലെ കിട്ടും. ഇത് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, കുറേ നാളിലിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് ഇനി കാണിക്കാൻ പോകുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചതച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അത് ഈ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്തു വിട്ടാൽ അവർ പിന്നീട് അത് ഫ്രൈ ചെയ്തെടുത്തോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയുടെ തൊലിയോ കളയണ്ട കേട്ടോ. വെളുത്തുള്ളി തൊലി, വെളുത്തുള്ളി തൊണ്ട്, വെളുത്തുള്ളി തോട് എന്നൊക്കെ പറയും. അതോടുകൂടി തന്നെ ഒന്ന് ചതച്ചെടുക്കട്ടെ. വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചാൽ മതി. ആ തൊണ്ടിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്, അതിങ്ങനെ ഫ്രൈ ചെയ്ത പോലെ വരും. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയാതെ നന്നായിട്ട് ചതച്ച് എടുത്ത് അത് എണ്ണയിലിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയണം കേട്ടോ. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചതച്ചെടുക്കുക. അതും ചതച്ചെടുത്തിട്ടിട്ട് ഇനി വേണ്ടത് നമ്മുടെ തേങ്ങാക്കൊത്ത്, നാളികേരക്കൊത്ത്, തേങ്ങാപ്പൂള് എന്നൊക്കെ പറയും. അതും കൂടെ ഇടുക. അതിട്ട് ഒന്ന് വാടിയാൽ മതി. അതൊന്ന് ഇപ്പം ബ്രൗൺ കളർ ആക്കണ്ട, ഒന്ന് ഇതായാൽ മതി. മറ്റുള്ളവർക്ക് ഇട്ട് കഴിയുമ്പോഴത്തേ അത് ബ്രൗൺ കളർ ആയിക്കോളും. ഇനി കുറച്ച് പച്ചമുളക് ഇടുക. പിന്നെ നമ്മുടെ സവോള ഇടുക. സവോള നന്നായിട്ട് നൈസായിട്ട് അരിയണം, നീളത്തിൽ, കാരണം ബ്രൗൺ കളർ ആവാനുള്ളതാണ്. അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെയൊക്കെ നാട്ടിൽ ബീഫ് ഉണങ്ങിയത് കിട്ടും. ഈ വിറക് കമ്പ് പോലെ ഉണ്ടാവും, അത് ചതച്ചെടുക്കും. അത് ചതയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പൊടികളിടുക. അതായത് ഞാൻ മുളക് ചതച്ചതാണ് കേട്ടോ ഇടണത്. ഈ മുളക് ചതച്ചത് മുളക് ചുട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നന്നായിരിക്കും, അതിടുക. പിന്നെ വേറെ മസാലകളൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ. അതായത് കുരുമുളക് നമ്മൾ ഓൾറെഡി ചേർത്തതാണ്, ഉപ്പും ചേർത്തതാണ്. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു പെരിഞ്ജീരകം ചതച്ചത് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ ഞാനിതിൽ ഇട്ടിട്ടില്ല, ഇവിടെ പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല. പെരിഞ്ജീരകം പൊടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഇടുന്നില്ല. പെരിഞ്ജീരകം ചതച്ച് ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറെ വേണമെന്നുള്ളവർക്ക് മുളകും കൂടി ഒന്ന് ഇടാം. കുറച്ച് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ബീഫ്, ചതച്ച് വെച്ച ബീഫ് ഇടാം. അപ്പോൾ ഞാൻ ആ ഉണങ്ങിയ ബീഫിൻ്റെ കാര്യം പറഞ്ഞില്ല, എൻ്റെ നാട്ടിലൊക്കെ ഉണങ്ങിയ ബീഫ് ഇങ്ങനെ വിറക് കൊള്ളി പോലെ ഇരിക്കും, അത് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് നല്ല ബലമായിരിക്കും അതിന്. അത് പേര് ഇല്ല, വിറക് കൊള്ളി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും. അത് നമ്മുടെ കനലിലൊന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടിട്ട് ഉരലിലിട്ട് ചതച്ചെടുക്കും. ഇതുപോലെ ഉരലിട്ട് ചതയ്ക്കും. ഉരലിലോ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ചതയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പണിയാണ് കേട്ടോ. നല്ല ബലമല്ലേ, അതിനെ നമ്മളിങ്ങനെ ചതച്ചെടുക്കണം. അത് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കും. അമ്പോ, അത് സൂപ്പറാട്ടോ. അത് കഴിച്ചവർ ഇത് കാണണ്ട കേട്ടോ. അത് കഴിച്ചവരുടെ, ഞാനത് കഴിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറയണത്. ഞാനത് കഴിച്ചിട്ടുണ്ട്. ആ സ്വാദ് വേറെ, ഇത് വേറെ, അതിൻ്റെ അടുത്തൊന്നും ഇതെത്തില്ല. എന്നാലും അത് കഴിക്കണവരിത് കാണുകയും വേണ്ട കേട്ടോ. എന്നാലും ഇത് കണ്ടിട്ട് ഇപ്പോൾ ഒരു ലുക്കൊക്കെ ഇല്ലേ.
അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സായ പിള്ളേർക്ക് ഇങ്ങനെ ചതച്ചത് അങ്ങനെ കൊടുത്തു വിടാം, ആ പിള്ളേർക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്ന് ഈ ഒരേ തരം ബീഫ് ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം.